കണ്ണൂർ വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാൻ സമയബന്ധിതമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യവുമായി ബന്ധപ്പെട്ടവരുമായി വിശദമായി ചർച്ച ചെയ്തതിന് മുഖ്യമന്ത്രി തലത്തിൽ ഈ മാസം യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മാനസ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്? പ്രത്യേകിച്ച് കണ്ണൂർ വിമാനത്താവളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പോയിന്റ് ഓഫ് കോൾ പദവി അടക്കമുള്ള പദവികൾ നേടിയെടുക്കാനായി കൃത്യമായ സമര പോരാട്ടങ്ങളിലൂടെ കേരളം മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ കൂടെയാണ് പാർലമെന്റിലടക്കം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കം ഈ കാര്യം അവതരിപ്പിച്ചതാണ്. എന്നിട്ടും ഒരു നിഷേധാർഹമായ നിലപാടാണ് കണ്ണൂർ വിമാനത്താവളത്തോട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം സ്വീകരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഈ വിമാനത്താവളത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ അത് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഏത് രീതിയിലാണ് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. തീർച്ചയായും ഏഷ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഗൗരവതരമായ വിഷയമാണ്. ഒപ്പം തന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വസ്തുതാപരമാണെന്നും കെ ശൈലജ ടീച്ചർ MLA ഇത് നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയമാണെന്നുമാണ് മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചത്. ഒപ്പം തന്നെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ നടപടിക്രമങ്ങൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സമയബന്ധിതമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം എന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കണ്ണൂർ വിമാനത്താവളത്തിന് വേണ്ടി ഒന്നാം ഘട്ടമായി 1113 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കിയാലിന് കൈമാറിയിരുന്നു. രണ്ടാം ഘട്ടമായി 804.37 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ്. വിമാനത്താവളത്തിന്റെ വികസനത്തിന്റെ ഭാഗമായ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിനും 1970 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതിൽ കീഴല്ലൂർ, കോളാരി വില്ലേജുകളിൽപ്പെട്ട 221.81 ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് കിൻഫ്രയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധി പ്രവർത്തനങ്ങളൊക്കെയും തന്നെ പുരോഗമിക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുടിയൊഴിക്കപ്പെടുന്നവർക്ക് പകരം ഭൂമി അനുവദിക്കുന്നതിന് വ്യവസ്ഥയില്ലാത്തതിനാൽ ഒരു പ്രത്യേക പാക്കേജ് ശുപാർശ ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷിതത്വം കണക്കിലെടുത്ത വിമാനത്താവളത്തിന്റെ കാറ്റഗറി 1 ലൈറ്റിംഗിനായി ഏറ്റെടുത്ത ഭൂമിയോട് അടുത്ത് കിടക്കുന്ന 5 കുടുംബങ്ങളുടെ 71 സെന്റ് ഭൂമി ഏറ്റെടുക്കാൻ ഭരണാനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ 5 കോടിയോളം രൂപ റിലീസ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഇതിന് പുറമെ 14 കുടുംബങ്ങളുടെ കൈവശ ഭൂമിയും വസ്തുവകകളും ഏറ്റെടുക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. ഇതിനായി വിശദമായ പ്രപ്പോസൽ സമർപ്പിക്കാൻ തന്നെയാണ് കണ്ണൂർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ സമയബന്ധിതമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയുള്ള ഉറപ്പ് തന്നെയാണ് മുഖ്യമന്ത്രി സഭയിൽ നൽകിയത്. വിനിഷ, അതായത് കൃത്യമായ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് അനുസരിച്ച് കൃത്യമായ പാക്കേജ് പ്രഖ്യാപിക്കപ്പെടുന്നു. ഭൂമി വിട്ടു നൽകുന്നവർക്ക് പകരം കൃത്യമായ പണം നൽകി അവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിലൂടെയുള്ള പാക്കേജ് ആയിരിക്കും ഈ പ്രത്യേക പാക്കേജ് വികസനവുമായി ബന്ധപ്പെട്ട് എന്ന് പ്രപ്പോസൽ സമർപ്പിക്കാൻ കണ്ണൂർ ജില്ലാ കളക്ടറോട് മുഖ്യമന്ത്രി പറയുമ്പോൾ അതാണ് ഈ പ്രപ്പോസലിൽ വെക്കുന്നത്. കാരണം പുനരധിവാസം, ഭൂമി ഏറ്റെടുക്കൽ, അവർക്ക് വേണ്ട ഈ സഹായ തുക, ഭൂമി വിട്ടു നൽകുന്നവർക്ക് വേണ്ട മതിയായ തുക അവർക്ക് ലഭ്യമാക്കൽ അടക്കമുള്ളതെല്ലാം ഈ പ്രപ്പോസലിൽ വരും അല്ലേ? ഭൂമി ഏറ്റെടുക്കുമ്പോൾ അവിടെ ഈ കുടിയൊഴിക്കപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, അവരെയും കൂടി പരിഗണിച്ചുള്ള രീതിയിൽ. ശരി, മാനസ മനോജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.